സോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇതൊരു സീരീസാണ്, പോക്കമോൺ സീരീസ്. സോ ആക്ച്വലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സീരീസിൻ്റെ എന്ത് പറ്റിയെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എസ് ടി കാർഡിലാണ് എല്ലാ ഗെയിം വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് ഇട്ടേക്കുന്നത്. പക്ഷേ എസ് ടി കാർഡിലുള്ള വീഡിയോസൊക്കെ ഔട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് മറ്റേ പോക്കമോൺ ലെറ്റ്സ് ഗോ പിക്കച്ചൂടെ വീഡിയോസ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാം അതിൽ പോയില്ലേ, കറക്റ്റായി പോയില്ലേ. അപ്പോൾ സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു ഗെയിമായിട്ടാണ്. ഓക്കെ, സോ ഇതൊരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, ആക്ച്വലി പോക്കമോൺ ഹാർഡ് ഗോളിൻ്റെ മുന്നേ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഉണങ്ങിപ്പോയി. സോ ഈ ഗെയിമിൻ്റെ പേരാണ് പോക്കമോൺ എക്സ്. മോനെ, ഇതാണ് ലെജൻഡറി പോക്കമോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഒരു ഫിഫ്ത്ത്, അതായത് പോക്കമോൺസിൽ കുറേ ജനറേഷൻസ് ഉണ്ട്, അവൈലബിളാണ്. അതായത് ഫസ്റ്റ് ജനറേഷൻ തൊട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് 9th ജനറേഷൻ വരെയുള്ള പോക്കമോൺസ് അവൈലബിളാണ്. ഓക്കെ, അതുവരെയാണ് അനിമേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു 5th ജനറേഷൻ ബേസ്ഡ് പോക്കമോൺ ഗെയിമാണ്. ഇതിൽ കുറേ കാലോസ് റീജിയനിൽ ഉള്ള പോക്കമോണും അല്ലാതെ വേറെയും മറ്റ് കുറേ റീജിയൻസിലുള്ള പോക്കമോൺസൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് പ്രൊഫസർ. സോ നമ്മുടെ പേര് മറ്റേ മെയിലാണ് ഫീമെയിലാണ് ചോദിക്കുന്നത്. മെയിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫേസ് എങ്ങനെയുണ്ട്, ലുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സെലക്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ പേര് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ എൻ്റെ ക്രേസി എന്നാണ് ഞാൻ പേര് ഇട്ടേക്കുന്നത്. ഓക്കെ, സോ യെസ്, റൈറ്റ്, യെസ് മോനെ, ഫാന്റാസ്റ്റിക് മീ. ഓക്കെ ഓക്കെ, കണ്ടില്ലേ. സോ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഗൈസ്. യെസ്, നമ്മുടെ പോക്കമോൺ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് എപ്പിസോഡിൽ എത്ര വരെ കവർ ചെയ്യാൻ പറ്റും അറിയില്ല. ഇത് മറ്റേ ഫ്ലെച്ചിങ് അല്ലേ, പോക്കമോൺ യൂണിറ്റിൽ വരുന്ന പോക്കമോണാണ് ഫ്ലെച്ചിങ്. ഞാൻ മോനെ, ഇതാണ് നമ്മളെ റൂം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മളല്ലേ, ഇത് നമ്മളാണ്. ഇതേ മോനെ കുത്തി എണീപ്പിറ്റും. ഓക്കെ, ഓക്കെ, സോ ഇതാണ് നമ്മൾ. ഇതിൻ്റെ ഗ്രാഫിക്സ് എന്തായാലും കൊള്ളാം കേട്ടോ, സമ്മതിച്ച് ഗ്രാഫിക്സ് കൊള്ളാം. സോ ഇതൊരു 3DS ഗെയിം ആയതുകൊണ്ട്, അതായത് പോക്കമോൺ ഗെയിംസിൽ തന്നെ കുറേ ഗെയിംസ് ഉണ്ടല്ലോ, മറ്റേ ഗെയിം ബോയ് കൺസോളിൽ നിന്നിട്ട് GBA, NDS, 3DS. ഇതിൽ 3DS ഗ്രാഫിക്സ് ഉള്ള ഒരു 3DS ഗെയിമാണ്. ഓക്കെ, സോ നമ്മുടെ പജാമാസൊക്കെ നമ്മൾ കണ്ണാടി നോക്കിയപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ചായി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂമിൽ. ഓക്കെ, നമുക്ക് എന്തായാലും താഴോട്ട് പോവാം. അമ്മ നമ്മുടെ അമ്മ. ഓക്കെ, മോർണിംഗ് ക്രേസി. ഓക്കെ, ഫസ്റ്റൊക്കെ എടുത്തോ എന്നാണ് പറയുന്നത്. ഓക്കെ, നെയ്ബേഴ്സോ, അയൽവക്കക്കാർ വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, ലച്ചിങ് ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും പുറത്തോട്ട് പോകാം. കൊള്ളാം, സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
ഇത് സരീനല്ലേ ഇത്? ഞാൻ കണ്ടിട്ടുണ്ട് സീരീസിൽ, എനിമി സീരീസിൽ. അപ്പോഴത്തേക്ക് അവിടെ നേരം ഇരുത്തി തുടങ്ങി. ഓക്കെ, സെരീന, പിന്നെ മറ്റുള്ള വേറൊരു ആളും കൂടി ഉണ്ട്. ഓക്കെ, നമ്മുടെ നെയ്ബേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, വെൽക്കം ടു വാൻവിൽ ടൗൺ. മൈ നെയിം ഇസ് സരീന. ഐ എം യുവർ നെയ്ബർ. ഐ എം ഷോണ. ഓക്കെ, ഷോണയാണ് മറ്റുള്ള പേര്. ഓക്കെ, 5 kids. ഓ, അപ്പോൾ 5 പേരുണ്ടെന്ന്. നമ്മളെ കൂടാതെ ഈ 4 പേര് കൂടി ഉണ്ടെന്ന്. ഓക്കെ, വി ആർ ഗോയിങ് ടു ഗെറ്റ് എ ന്യൂ പോക്കിമോൺ. ഓക്കെ, കേസോ അപ്പോൾ പ്രൊഫസർ സിക്കമ്മ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 5 പേര്, അതായത് നമ്മളെ കൂടാതെ 4 പേരുണ്ട്, 4 നെയ്ബേഴ്സ്മാരുണ്ട്. സോ അപ്പോൾ അവ എല്ലാവർക്കും കൂടി ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടർ പൊക്കിമോൺ ചെയ്യാൻ പോവുകയാണ് ഗൈസ്, കിട്ടാൻ പോവാണ്. റൈഡോൺ അല്ലേ അത്? റൈഡോൺ. ഓക്കെ, കയറി ഇരിക്കാൻ പറ്റുമോ ഇതിൽ? റൈഡോൺ. അതിലൊന്ന് ഇരുന്ന് നോക്കാം. എൻ്റെ മോനെ സമ്മതിച്ച്. പക്ഷെ ഓടിക്കാൻ പറ്റില്ല, ചിലപ്പോൾ സ്റ്റാറ്റു ആയിരിക്കാം. ഓക്കെ, സോ നമുക്ക് അപ്പോൾ നെക്സ്റ്റ് ഉണ്ട് അടുത്ത ടൗണിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെയാണ് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ടൗണിലേക്ക് പോവാം. ഇത് വാൻവിൽ ടൗണാണ്. ഓക്കെ, സോ ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല കേട്ടോ. വാൻവിൽ പാത്ത് വേ റൂട്ട് റൺ. ഓക്കെ, ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല. സൂപ്പർ. അക്വക്കോ ടൗൺ, ഇതാണ് അടുത്ത ടൗണിൻ്റെ പേര്. ഓക്കെ, ഓവർ ഹിയർ. ഓക്കെ, അവരൊക്കെ അവിടെ വന്നില്ലേ? നമ്മൾ അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട്. എല്ലാവരും എത്തിയല്ലോ അവിടെ. 5 പേര്, അല്ല 4 പേര്. നമ്മളെ കൂടാതെ 4 പേരുണ്ട്. ഓക്കെ, നമ്മളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇവൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഇസ് ദ മീറ്റിംഗ് പ്ലേസ്, കണ്ടില്ലേ? ഓക്കെ, ഓക്കെ, നമ്മളെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ടിയർനോ. ഓക്കെ, കുറച്ച് ഷൈ ആണെന്ന്. ഓക്കെ, നെക്സ്റ്റ് മീറ്റ് യു ബ്രോ. ഓക്കെ, നിക്നെയിംസ് ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല, നിക്നെയിംസൊന്നും യൂസ് ചെയ്യണ്ടാവും. ഓക്കെ, സോ എല്ലാവർക്കും ഒരു ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. സാധാരണ നമ്മൾ പോക്കിമോൺസിനാണ് നിക്നെയിം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ഓക്കെ, നമുക്ക് നമ്മുടെ തന്നെ നെയിം കൊടുക്കാം. സോ ഫസ്റ്റ് ടൈമാണ് ഒരു ഗെയിമിൽ ഒരു പ്ലെയർ നെയിമൊക്കെ ചൂസ് ചെയ്യാൻ പറയുന്നത്. സോ ഞാൻ എന്തായാലും ഹെയ്സൺ എന്നാണ് കൊടുത്തത് നെയിം. ഓക്കെ, ഹെയ്സൺ. യെസ്, ഹെയ്സൻബർഗ്. ഇത് ആക്ച്വലി മറ്റേ ബ്രേക്കിംഗ് ബാഡിൽ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പേരാണ് കേട്ടോ. ബ്രേക്കിംഗ് ബാഡ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ആക്ച്വലി അത് ഇഷ്ടമാണ്, ആ ഒരു ക്യാരക്ടർ ഇഷ്ടമാണ്. ഓക്കെ, ക്യാൻ വി സീ ദ പോക്കിമോൻ? ഓക്കെ, മറ്റേന്നെ ഇരിക്കപ്പോവുകയായില്ല. അവന് പോക്കിമോനെ കാണുമെന്ന് ആഗ്രഹമുണ്ട്. സ്റ്റാർട്ടപ്പ് പോക്കിമോൻ. ഓക്കെ ഗൈസ്, അങ്ങനെ സ്റ്റാർട്ടപ്പ് പോക്കിമോൻ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സോ 3 പോക്കിമോൺ ഉണ്ട്. സോ അതിൻ്റെ ആക്ച്വലി എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. സോ വാട്ടർ ടൈപ്പ് പോക്കിമോൺ ഫ്ലോക്കി, ഫയർ ടൈപ്പ് ഫെനക്കിൻ, ഗ്രാസ് ടൈപ്പ് ചെസ്പിൻ. സോ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന പോക്കിമോൺ ഫയർ ടൈപ്പ് പോക്കിമോൺ ഫെനക്കിനാണ്. ആക്ച്വലി കാണുന്ന പോലെ ഒന്നുമില്ല കേട്ടോ, നല്ല പവർഫുൾ പോക്കിമോണാണ്. ഓക്കെ,
യെസ്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പൊക്കോൺ സ്റ്റാർട്ടർ പൊക്കോൺ കിട്ടി. ഫെനക്കിനാണ്. ഓക്കെ, സോ അത് ഡെൽഫോക്സ് ആയിട്ട് മാറിയാൽ പെവറാണ്. പെവർ പൊളിയായിരിക്കും പൊക്കോൺ. ഓക്കെ, പൊക്കോണിന് നെയിം വേണമെന്ന് വെക്കുന്നത്. സോ ആക്ച്വലി ഞാൻ ഈ ഗെയിമിൽ എന്താണ് പോക്കിമോൺസിനും നിക് നെയിം കൊടുക്കാൻ തീരുമാനിച്ചത്. കാരണം എന്താണ് പുതിയൊരു ഗെയിമല്ലേ. ഇതുവരെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ഈ ഒരു ഗെയിം ഞാൻ കളിച്ച് നോക്കിയിട്ട് പോലും ഇല്ല. ഗെയിമിൻ്റെ സ്റ്റോറി എന്താണ്, തീം എന്താണെന്നൊന്നും അറിയില്ല എനിക്ക്. ജസ്റ്റ് ഇതൊരു കാൻവസ് റീജിയനിലൊരു ഗെയിമാണെന്ന് അറിയാം, അല്ലാതെ. സോ അക്കേലീസ് എന്നാണ് ഞാൻ പേര് കൊടുത്തത്. അക്കേലീസ് എന്ന് പറയുന്നത് മറ്റേ ബേബ്ലേഡിൻ്റെ ഒരു എന്താണ് ബേബ്ലേഡിൽ പുതിയൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ബേബ്ലേഡ് ബസ്റ്റേഴ്സ് ടർബോ ബ്ലേഡ്. അതിൽ ഒരു ഡ്രാഗൺ ഉണ്ട്, അക്കേലീസ്. സോ പവർഫുൾ ഡ്രാഗണാണ്. സോ ആ ഒരു ഡ്രാഗൻ്റെ പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അക്കേലീസ്. സോ നമുക്ക് പോക്കി ഡ്രസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എങ്ങനെയാണ് ടീം ബിൽഡ് ചെയ്യണം, എങ്ങനെ പോക്കിമോൺ ടീം ബിൽഡിങ് എനിക്കൊന്നും അറിയില്ല. പക്ഷേ മനസ്സിലാച്ചൊരു പ്ലാൻ എനിക്കുണ്ട്, ചെറിയൊരു ഐഡിയ ഉണ്ട് എൻ്റെ മനസ്സിൽ. ഓക്കെ, സോ എല്ലാവർക്കും അവരുടെ പോക്കിമോൺ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ പ്രോസസ്സർ നമ്മുടെ അമ്മയ്ക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് പോയി കൊടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാം കൊടുക്കാം നമുക്ക്. ഓക്കെ, സോ ആ ഒരു മീറ്റിംഗ് ഇങ്ങനെ കഴിഞ്ഞു. നമുക്ക് നമ്മുടെ പോക്കിമോൺ കിട്ടി. ഈ കുതിര എന്താ വേണ്ടേ അല്ലേ. കരിയർ പൊക്കേസും ഗോൺ അഡ്വെഞ്ചർ. ഓക്കെ, സോ നമ്മൾ അഡ്വെഞ്ചർ നമ്മൾ അതായത് ആർട്ടിസ്റ്റ് ഓരോ സിറ്റിയായിട്ട് നമുക്ക് പോയി ജിം ലീഡേഴ്സിനെയും പിന്നെ ട്രെയിനേഴ്സിനെയൊക്കെ ബാറ്റിൽ ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ അഡ്വെഞ്ചർ സ്റ്റാർട്ടിന് മുന്നേ നമ്മൾ ആ ലെറ്റർ പോസ്റ്റർ അമ്മയ്ക്ക് കൊടുത്ത ലെറ്റർ നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് പോയി അമ്മയുടെ കയ്യിൽ കൊടുക്കണം. ഓക്കെ, അതാണ് പറഞ്ഞത് അവിടെ. ഓക്കെ, ഇത് ഷോണ ബാറ്റിലാവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്, അല്ലാതെ യെസ് വിചാരിച്ച്. അവളുടെ ഇത് ചെസ്റ്റിനാണല്ലേ. ശരി, ഓക്കെ, നമുക്കാണ് അഡ്വാൻറ്റേജ് ബിക്കോസ് നമ്മുടെ കയ്യിലുള്ള അക്കേലീസ് ഫയർ ടൈപ്പാണ്. ഫയർ ടൈപ്പ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ബാറ്റിലാണ് ഗൈസ്, കാലസ് റീജിയനിൽ ഫസ്റ്റ് ബാറ്റിൽ. അവളുടെ ചെസ്റ്റിനും നല്ല പൊക്കിയാൻ തന്നെയാണ്. പക്ഷേ എനിക്ക് ഓൾറെഡി ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ്. നിങ്ങൾ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് ഈ ഒരു പോക്കിമോൺ വേണമെന്ന്. ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ മോനെ. ഓക്കെ അല്ലേ കാൽക്കുലേഷൻ അപ്പോഴേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലേ അപ്പോൾ സെറീനയുടെ മറ്റേ ഫ്ലോക്കി ആവാനാണ് സാധ്യത. കാരണം ഷോണ ഗ്രാസ് ടൈപ്പ് എടുത്തു. അപ്പോൾ സരീന മറ്റേ അപ്പം ടവറിന് ഏതായിരിക്കും അറിയില്ല എനിക്ക്. ജസ്റ്റ് ഞാൻ ഗസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ആദ്യം യു ആർ അമേസിങ് ഹേസിൻഡ്. ഹീൽ ചെയ്തല്ലേ. നല്ല കാര്യം, നല്ല കാര്യം. ഓക്കെ, അമ്മയോട് പറയാം. നമ്മളങ്ങനെ വീണ്ടും വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, സോ വാട്ട് ഡിഡ് യു ഡൂയിങ്? ഓക്കെ, യെസ് യെസ് അഖിലീസ് എന്നാണ് പേരിട്ടേക്കണേ. ഓക്കെ, ദൈവമേ, പ്രൊഫസർക്ക് ഇതെന്തിൻ്റെ കേട്. അമ്മയ്ക്ക് ലവ് ലെറ്റർ എന്തൊക്കെ കേൾക്കണ്ടേ ഈശ്വര. ഓക്കെ,
Rhyhorn Rise. Oh, ഓക്കെ ഓക്കെ, നമുക്ക് ടൗൺ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. ടെസ്റ്റ് കൊടുക്കാൻ മറന്നുപോയി. എനിക്കറിയാം, മറ്റേ കീ ഐറ്റംസിൽ, മറ്റേ ബാഗിൽ കീ ഐറ്റംസിൽ പോയാൽ നമുക്ക് ടൗൺ മാപ്പ് ഇതാക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അതേപോലെ സ്റ്റാച്ചു അല്ലേ അത്? എൻ്റെ ദൈവമേ, ആ സ്ഥലം കണ്ട, ഷേക്കാന്ന് കണ്ട. അപ്പം ഇത് മറ്റേ ഒറിജിനൽ റൈഹോണാണ്, സ്റ്റാച്ചു അല്ല. ഞാൻ വിചാരിച്ചു നേരത്തെ സ്റ്റാച്ചു ആയിരിക്കാന്ന്. ഓക്കെ, ഓ, നമ്മുടെ യാത്രാമൊഴി പറയാൻ വേണ്ടി. ഓക്കെ, എന്ത് സ്നേഹമല്ലേ. ഓക്കെ ഓക്കെ, റൈഹോൺ ഗോ ബാക്ക്. മോനെ, അത് നടക്കുമ്പോൾ ഒരു കുലുക്കം കണ്ട, ആ സ്ഥലം മൊത്തം ദൈവമേ, ഞാൻ സ്റ്റാച്ചു ഒന്ന് വിചാരിച്ചത്. അമ്മേ, എന്തായാലും അത് കൊള്ളാം. ഓക്കെ ഗൈസ്, സോ നമ്മൾ അടുത്ത ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്വാ ടൗൺ കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ജിം ചാലഞ്ച് ചെയ്യണം. പിന്നെ മുന്നേ കുറച്ച് പോക്കിമോൺസ് പിടിക്കണം. ഫ്ലെച്ചിങ് ആക്ച്വലി എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഫ്ലെച്ചിങ് ഫയർ ആൻഡ് ഫ്ലൈ ടൈപ്പ് ആയതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. കാരണം ഫ്ലൈ ആൻഡ് ടൈപ്പ് ആയതുകൊണ്ട് മാത്രമാണ് വേണ്ടെന്ന് വെച്ചു. കാരണം അതിൽ വീക്ക്നെസ് ഉണ്ട്. ഓക്കെ, ബാറ്റിലാണോ? അതെനിക്കറിയാം ചേട്ടാ, എനിക്കറിയാം. ഓക്കെ, സോ എൻ്റെ മോനെ, ഈ ഗ്രാഫിക്സൊക്കെ കൊള്ളാമല്ലേ? നൈസ് ഗ്രാഫിക്സ്, കൊള്ളാം, സംഭവമൊക്കെ കൊള്ളാം. ഓക്കെ, റൂട്ട് 2 അഡ്വാൻസ് ട്രയൽ. ഓക്കെ, ഇത് പോക്കിമോണാ? ഓ, ഡിജി, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അതായത് 6th ജനറേഷൻ മാത്രമല്ല, കുറേ അതുവരെ 5th വരെയുള്ള ജനറേഷനിലെ എല്ലാ പോക്കിമോണും നമുക്ക് പിടിക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി പിടിക്കാൻ പോകുന്നില്ല, ജസ്റ്റ് ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം. ഓക്കെ, കാരണം നമ്മുടെ പോക്കിമോൺ ലെവലപ്പ് ആവണ്ടേ. സോ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് ഞാൻ ഈ ബാറ്റിലൊക്കെ കാണിക്കുന്നത്. ശരിക്കും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചത്. ഓക്കെ ഓക്കെ, ദേ ഷോണ സരീന അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഓ, പോക്കിമോൺ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന്. ഓക്കെ, അത് ശരിയാ, അച്ഛാമ്മയ്ക്കും അറിയാമെന്ന് വെച്ചിട്ട് അത് അവളുടെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. അവൾക്കും കുറച്ച് ട്രെയിനിങ് വേണ്ടേ. ഓക്കെ, ഇത് ബേണൽ ബി. ഓക്കെ, ഇത് അവളുടെ സ്വിച്ചിങ് ഉണ്ടല്ലോ. അല്ല, അവളുടെ 2 പോക്കിമോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ശരി, ചിലപ്പോൾ മറ്റേത് ഫ്ലോക്കി ആവാൻ ചാൻസ് ഉണ്ട്. ഇവളായിട്ട് ചിലപ്പോൾ ബാറ്റിൽ ചെയ്യേണ്ടി വരും. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് ഇവളുടെ സ്റ്റാർട്ടർ പോക്കിമോൺ മനസ്സിലാവും. അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കേട്ടോ, കാരണം അത് എല്ലാ ഗെയിംസിലും അങ്ങനെയല്ലേ, എങ്ങനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ, ഷോണ ഞെട്ടിപ്പോയത് കണ്ടിട്ട്. ഓക്കെ, ഓ, പോക്കിമോൺസ്. ഓക്കെ, താങ്ക്സ് സരീന, താങ്ക്സ്, താങ്ക് യു. ഓ, നമ്മൾ വൈൽഡ് പോക്കിമോൺ പിടിക്കുമ്പോൾ നമ്മുടെ പോക്കിമോണും സ്ട്രോങ് ആവുന്നു. ഓക്കെ, എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഇവിടെ ഒന്നും പോക്കിമോണും പിടിക്കാനൊന്നും ഇല്ല ആക്ച്വലി.
ട്രെയിനർ ബാറ്റിൽ മോനെ ഒരു ട്രെയിനർ ബാറ്റിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഇതേതാ സ്ഥലം? ഓക്കെ, സാൻഡലൂൺ ഫോറസ്റ്റ് ആണ്. ഓക്കെ, വെയിറ്റ്. ഓക്കെ സോ ഇവള് നമ്മുടെ ഒപ്പം കൂടണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, സോ അവരൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. സോ ഞാൻ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് സാൻഡലൂൺ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.